ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഇപ്പോൾ 20 കുട്ടികൾക്ക് ഫാർമസി കോളേജ്, 20 കുട്ടികൾക്ക് നഴ്സിംഗ് കോളേജ്, 5 പേർക്ക് MBBS സീറ്റ്. അതെ, അതാണ് ഇത്തവണ വരുന്നത്. അതെ, ഞങ്ങളെ തന്നെ വലിയ സ്വപ്നങ്ങളിൽ പ്രേരിപ്പിക്കുന്നത് ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാം. ഈ വർഷം മുതൽ 45 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. കഴിഞ്ഞ തവണ അത് 25 ആയിരുന്നു. അതെ, 100% ട്യൂഷൻ ഫീ നമ്മൾ വഹിക്കുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്നാണ് ആരോഗ്യ ദർശനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നിരവധി ആരോഗ്യപരമായ അറിവുകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ ഈ ഒരു ആരോഗ്യ ദർശനം പരിപാടിയിലൂടെ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കരികിലേക്ക് നിരവധി ഡോക്ടേഴ്സ് എത്തി, ഒട്ടനവധി മേഖലകളിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെത്തി. അത്തരം മേഖലകളെക്കുറിച്ചുള്ള വിശദമായ പഠനവും അപഗ്രഥനവും അവലോകനവുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്ടിൽ സ്ഥാപിതമായതിനു ശേഷം വലിയ മാറ്റങ്ങൾ ആരോഗ്യരംഗത്തുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മൂപ്പൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യരംഗത്തുള്ള കാഴ്ചപ്പാടുകൾ വളരെ വിശാലമാണ്. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനമാണ് വയനാട് ജില്ലയിൽ, പിന്നോക്കം നിൽക്കുന്ന വയനാട് ജില്ലയിൽ ഇത്ര വിപുലമായ സൗകര്യങ്ങളോടെ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിതമായതും എന്ന് നമുക്കറിയാം. ഇന്ന് കഴിഞ്ഞ വർഷം വളരെ കൃത്യതയും സുതാര്യവുമായി അദ്ദേഹം നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. മെഡിക്കൽ കോളേജിലെ 5 സീറ്റുകളിലേക്കും ഒപ്പം തന്നെ ഫാർമസി കോളേജിലേക്കും നഴ്സിംഗ് കോളേജിലേക്കും കുട്ടികൾക്ക് അവസരം നൽകി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഫാർമസി കോളേജിലും നഴ്സിംഗ് കോളേജിലും അഡ്മിഷൻ നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു ലെഗസി സംഘടിപ്പിക്കുകയുണ്ടായി. അതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഈ വർഷവും അത്തരം ഒരു പ്രൊജക്റ്റ് അദ്ദേഹത്തിനുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമ്മളോട് പറഞ്ഞു തരാൻ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ, COO ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. അപ്പോൾ നമ്മൾ ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്സിൻ്റെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ നമ്മളോടൊപ്പം പങ്കുവയ്ക്കും. നമസ്കാരം. നമസ്കാരം. അപ്പോൾ കുറച്ച് വിശദമായിട്ട് ഞാനത് പറഞ്ഞത് പ്രേക്ഷകർക്ക് പരിചിതമാണ് കാര്യങ്ങളെങ്കിലും ഒരു ചെറിയ ഇൻട്രോ കൊടുത്തു എന്ന് മാത്രം. ഡോക്ടർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് പറയാൻ സാധിക്കുമല്ലോ. എന്താണ് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്സ്? ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനായ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാം. 2025 ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. വയനാട്ടിലെ ഡോക്ടർ മൂപ്പൻസ് അക്കാദമിയിൽ BSc നഴ്സിംഗ്, B.Pharm, അതേപോലെ MBBS ഈ കോഴ്സുകളിലേക്ക് എൻറോൾ ചെയ്യുന്ന, അതായത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ്, ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് ഫാർമസി, ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഈ എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് നമ്മൾ MBBSന് കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസ്ഡും അതേപോലെ തന്നെ BSc നഴ്സിംഗും B.Pharmഉം മെറിറ്റ് പ്ലസ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കൂടി നോക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള കുട്ടികൾക്ക് ഈ MBBSൽ മാത്രമാണ് മെറിറ്റ് കൃത്യമായി മെറിറ്റ് നോക്കിയിട്ടാണ്. അവരുടെ സാമ്പത്തികം നമ്മൾ നോക്കുന്നില്ല. മെറിറ്റ് അടിസ്ഥാനത്തിൽ 5 പേർക്ക് MBBSനും. കഴിഞ്ഞ വർഷവും 5 പേരായിരുന്നു. കഴിഞ്ഞ വർഷം 5 പേരാണ്, ഈ വർഷവും 5 പേരാണ്. ഇപ്രാവശ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് 20 വിദ്യാർത്ഥികൾക്കാണ്, 20 വീതം വിദ്യാർത്ഥികളാണ് BSc നഴ്സിംഗും B.Pharmനും കൊടുക്കുന്നത് എന്നുള്ളതാണ്. കുറച്ചുകൂടി ആളുകളെ കൂട്ടിയിട്ടുണ്ട്. ഈ വർഷം മുതൽ 45 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. കഴിഞ്ഞ തവണ അത് 25 ആയിരുന്നു. അതെ, 25 പേർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ട്യൂഷൻ ഫീയിലാണ് ഈ സ്കോളർഷിപ്പ്. 100% ട്യൂഷൻ ഫീ നമ്മൾ വഹിക്കുന്നതായിരിക്കും. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും 95% പിന്നെ പേയ്മെൻറ്റ് എക്സ്പെൻസ് വരുന്ന ട്യൂഷൻ ഫീലാണ്. മറ്റത് ഹോസ്റ്റൽ ഫീസ്, അതേപോലെ തന്നെ ബുക്സ്, ഏപ്രൺ എന്ന് പറയുന്ന ആ പേയ്മെൻറ്റ് വിദ്യാർത്ഥികളടക്കുകയും മറ്റ് ട്യൂഷൻ ഫീലാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് തന്നെ ഭീമമായൊരു സംഖ്യ വരും. ഇപ്പം ഹോസ്റ്റൽ ഫീ വലിയൊരു ഇഷ്യൂ ആകുന്നില്ല. അവരുടെ ഏപ്രൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും വലിയൊരു പൈസ വരുന്നില്ല. ഈ ഒരു മാനദണ്ഡം ഇപ്പോൾ 20 കുട്ടികൾക്ക് ഫാർമസി കോളേജ്, 20 കുട്ടികൾക്ക് നഴ്സിംഗ് കോളേജ്, 5 പേർക്ക് MBBS സീറ്റ്, അതാണ് ഇത്തവണ വരുന്നത്. ഇത് ഈ കഴിഞ്ഞ തവണ തന്നെ ഇത് ചെയ്ത സമയത്ത് ഒരുപാട് പ്രകീർത്തിക്കപ്പെട്ട
പ്രശംസിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ. അദ്ദേഹത്തിന് ഈ ഒരു പ്രചോദനം എന്താവാമെന്നാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കാഴ്ചപ്പാടാണ്. റാഷിദിനോട് പറയുമ്പം അദ്ദേഹം ഈ വയനാട് ജില്ലയിൽ ഇതേപോലുള്ള ഒരു ലോകോത്തര നിലവാരത്തിലുള്ളൊരു സ്ഥാപനം ഇവിടെ ഇവിടുത്തെ വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ അന്ന് ആലോചിക്കുക 2012 നമ്മൾ വയനാട്ടുകാർ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു അത്യാധുനിക മെഡിക്കൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ചുരത്തു നിന്ന് മരണപ്പെടുന്ന സംഖ്യ വളരെ കൂടുതലായിരുന്നു. പ്രഗ്നൻറ്റ് ലേഡീസ് പലപ്പോഴും ഈ ആംബുലൻസിൽ നിന്ന് പ്രസവം നടക്കുന്നത് ഒരു സ്ഥിര സംഭവമായിരുന്നു. ഇതിലൊക്കെ ഇന്ന് 14 വർഷം ശേഷം ഈ ഒരു ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വന്ന ശേഷം ഉണ്ടായ മാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഒരു സാധാരണ മെഡിക്കൽ കോളേജ് മാത്രമല്ല ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് അക്രഡേഷനുള്ള NABH, അതേപോലെ ലാബിൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള ലാബ് NABL അക്രഡേഷനുള്ള ഇന്ത്യയിൽ തന്നെ ചുരുക്കം സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊന്നാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. വയനാട് ജില്ലയിൽ ഇത്രത്തോളം അക്രഡേറ്റുള്ള വേറെ മെഡിക്കൽ സ്ഥാപനങ്ങളില്ല. അപ്പോൾ അത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഒരു ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരെന്ന് എടുത്തു പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതിനകത്ത് എങ്ങനെയാണോ ഗവൺമെൻറ് മാനദണ്ഡങ്ങൾ അതേപോലെ പാലിക്കപ്പെടുന്ന സ്ഥാപനമാണ്. ഇങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ഇത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ആരോഗ്യ രംഗത്ത് അദ്ദേഹം വയനാട്ടുകാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ ഘട്ടമാണ് മെഡിക്കൽ വിദ്യാഭ്യാസം. അവിടെയാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുക എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കാഴ്ചപ്പാടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന സ്ഥാപനങ്ങൾ അധികം റാങ്കിലൊക്കെ നമ്മൾ ആദ്യത്തെ 3 നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. ഇനി ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ സാധാരണക്കാർക്കും അത് ലഭ്യമാവണം അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരു സാമ്പത്തിക പ്രയാസമുള്ള ഒരാൾക്ക് പോലും അവരുടെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ആർക്ക് പോലും അവരൊരു സാമ്പത്തിക അടക്കം തടസ്സമാവരുത് എന്ന് അദ്ദേഹത്തിന് പ്രത്യേകം എടുത്തു പറയാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2025 ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ നഴ്സിംഗ് കോളേജ് 100 സീറ്റുകളുണ്ട്. അതേപോലെ തന്നെ 250 സീറ്റുകളിലേക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനുള്ള ആദ്യത്തെ പ്രാരംഭകമായിട്ടുള്ള നടപടികളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് NMC നിന്ന്. ഈ അത്രയും സീറ്റുകളുടെ വർധനവ് വരുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണഫലം ഈ ലെഗസിയിലേക്ക് കൂടി വരും ഉറപ്പായിട്ടും. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം കൂടുതൽ സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു അറ്റംപ്റ്റ് ചെറുതല്ല ഒരു കാരണവശാലും. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രൊഫഷണൽ ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലില്ല. ഇത്രയും കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സംവിധാനം ഇല്ല. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്വാശ്രയ കോളേജിലും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം ഇതിൻ്റെ കണക്കാക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഒന്ന് വിശദീകരിക്കാം? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്മിഷൻ സ്റ്റൈൽ എല്ലാ വർഷവും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, ഈ വർഷവും ഉണ്ട്. ഇപ്പം ആ രീതിയിൽ അഡ്മിഷൻ എടുക്കേണ്ട പ്രൊസീജിയേഴ്സ്, അതിന് കണക്കാക്കുന്ന മാനദണ്ഡങ്ങൾ, അപ്പോൾ വരുന്ന ആപ്ലിക്കേഷൻസ്, അതിൽ നിന്ന് ഇത് തിരഞ്ഞെടുക്കുന്നതിന് കണ്ടെത്തുന്ന മാനദണ്ഡങ്ങൾ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മെറിറ്റ് പ്ലസ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇതിനകത്ത് മെറിറ്റ് അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് എടുക്കുന്ന ഒരു കോഴ്സാണ് MBBS. ഇപ്പോൾ MBBSന് നമ്മൾ ആകെ 2 മാനദണ്ഡങ്ങൾ മാത്രമേ മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ. ഒന്ന്, അവരുടെ +2ൻ്റെ മാർക്ക് 75% മിനിമം വേണമെന്നും, രണ്ടാമത് കേരള സ്റ്റേറ്റ് നീറ്റ് റാങ്ക് 3000 അതിൻ്റെ താഴെയോ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ കേരളത്തിൽ 5000 സീറ്റുകളാണ് MBBS സീറ്റുകളാണ് ഉള്ളത്. അതിലൊരു സൗജന്യമായിട്ട് സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിക്കാനാകെ 2000 റാങ്ക് താഴെ വേണം. ബാക്കി 2000 മുതൽ 3000 മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെടുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ഒരു റാങ്ക് നമ്മുടെ സൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ലഭിക്കും, റാങ്ക് അടിസ്ഥാനത്തിൽ ലഭിക്കും. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് സുതാര്യമാണ്. അവിടെ ഈ സാധാരണ എല്ലാവരും പറയാറുണ്ട് റെക്കമെൻഡേഷൻ, അത്തരം കാര്യങ്ങൾ. ഈ ഒരു സ്കോളർഷിപ്പിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും കടന്നു വരാറുണ്ടോ? അതിലേക്ക് വരാം. കാരണം ഇതിനൊരു പാനലിസ്റ്റൊക്കെ ഉണ്ട്. മാനദണ്ഡം ഞാൻ ഈ BPharmൻ്റെയും BSc നഴ്സിംഗിനും കൂടി പറയാം. ഈ BPharm BSc നഴ്സിംഗ് മെറിറ്റ് പ്ലസ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടാണ്. ഇവർക്ക് ആദ്യം നമ്മളൊരു മിനിമം 75% +2 മാർക്ക് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് അവരുടെ പാരൻസിൻ്റെ, അവരുടെ രക്ഷിതാവിൻ്റെ ആനുവൽ ഇൻകം
നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പ്രൂഫ് നമുക്ക് വേണം. ഇവരുടെ വീടിൻ്റെ അവസ്ഥ, നമ്മളൊരു വീടിൻ്റെ ഒരു ഫോട്ടോ ചോദിക്കാറുണ്ട്. മൂന്നാമത്തത്, ഇവർക്ക് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള അസുഖമുള്ള വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അവരുടെ പാരൻറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം മുതൽ വളരെ കൂടുതൽ ഞങ്ങൾ മാറ്റിയത് ചെയർമാൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വയനാടിന് സ്പെഷ്യലി എന്തെങ്കിലും പരിഗണന ഞാൻ ചോദിക്കാൻ വിചാരിച്ചൊരു കാര്യമാണ്. അതെ, വയനാടിനായിട്ടുള്ള പരിഗണന ഏറ്റവും കൂടുതൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒന്ന്, ഈ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനതയാണ് നമ്മളത്. 2019 പുത്തുമല, 2024 മുണ്ടക്കൈ ചുരൽമല, 2026 കള്ളാടി. അപ്പോൾ ഈ ദുരന്തങ്ങളുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ കുട്ടികൾ ഈ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് യോഗ്യതയുണ്ടെങ്കിൽ അവരെ ഒരു കൂടുതൽ വെയിറ്റേജ് ഓഫ് മാർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു മാനദണ്ഡം കൂടി ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ പരിഗണന കൊടുത്തിട്ടുണ്ട്. ഇത്രത്തോളം ഈ മാനദണ്ഡങ്ങൾക്ക് വെച്ചിട്ട് നമ്മളൊരു എക്സ്പേർട്ട് ടീമാണ് ഈ ഒരു അവസാന ഫൈനലിസ്റ്റിനെ തീരുമാനിക്കുന്നത്. ഒരു സർവേ പോലെ തന്നെ നടത്തുന്നു ഈ ആപ്ലിക്കേഷൻ നടത്തിയിട്ടുള്ള. ഇപ്പം നമുക്ക് നിലവിൽ BSc നഴ്സിംഗും BPharm മാത്രമായിട്ട് ഏകദേശം 500ഓളം ആപ്ലിക്കേഷൻസ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ എല്ലാം നമ്മൾ സോർട്ട് ചെയ്തിട്ടുള്ള അവരുടെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത ഒരു 300 പേരെ മാറ്റി വെച്ചാൽ അവരുടെ 300 വീടുകളിലും ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. വലിയൊരു പ്രൊസീജിയറാണ്. അവിടെ കേരളത്തിലെ പല ഭാഗങ്ങളുണ്ട്. കൂടുതലും ഒരു 70-80% ആളുകൾ കൂടുതൽ അപ്ലിക്കൻസും വയനാട്ടുകാരാണ്. അപ്പോൾ അവിടെയാണ് കൂടുതൽ ഫിസിക്കലായിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് അവർ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കൻസ് എല്ലാം കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ സീറ്റിൽ മാത്രമാണ് നമ്മൾ മെറിറ്റ് നോക്കുന്നത്. ആ മെറിറ്റിൽ അവരുടെ സാമ്പത്തികം കുറവാണോ കൂടുതലാണോ എന്നും നോക്കുന്നില്ല. ഇല്ല, അത് നോക്കുന്നില്ല. ഒരു 5 സീറ്റിൽ മാത്രമായി. ഓക്കെ. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? റാഷിദ്, എന്താ വെച്ചാൽ ആദ്യം എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു MBBSന് ഇപ്പോൾ പഠിക്കണമെങ്കിൽ അവസാനം 65 ലക്ഷം രൂപ ചിലവുണ്ട്. ഫീസ് മാത്രമാണ്. അതിനകത്ത് മറ്റുള്ള അവരുടെ ഫുഡും അവരുടെ ഹോസ്റ്റൽ ഫീസൊക്കെ അതിനും കൂടും. പക്ഷേ ഒരു 9.5 lakhs രൂപ ഫീസാണ് കേരള ഗവൺമെൻറ് മാനദണ്ഡം നിശ്ചയപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു സാധാരണക്കാരന് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അവിടെയാണ് നമുക്കൊരു വിദ്യാർത്ഥിക്ക് അവരുടെ സാമ്പത്തിക പ്രയാസമുള്ള ആൾക്ക് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് കൊടുക്കുന്ന ഒന്ന് MBBSന്. ഇതേപോലെ തന്നെയാണ് ഒരു BSc നഴ്സിംഗ് കേരളത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 ലക്ഷം രൂപ ചിലവുണ്ട്. അവിടെ നമ്മൾ വളരെ പൂർണ്ണമായിട്ടും ഈ ഒരു ട്യൂഷൻ ഫീസ് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് നൽകുന്നത്. പ്രധാനപ്പെട്ടത് ട്യൂഷൻ ഫീസാണ്. അതെ, അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി. അതെ. അപ്പോൾ ഇത്തവണ 2026 അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അല്ലേ? ഈ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കി ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി അവരുടെ ജോബ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് കൂടി എന്തെങ്കിലും ഹെൽപ്പോ മറ്റോ ചെയ്യുന്നുണ്ടോ? നമ്മളത് ഒന്നാമത് ഇത്രയും വർഷക്കാലത്തെ ഇവിടുത്തെ കുട്ടികൾ നമ്മളിപ്പോൾ MBBS ബാച്ച് നമ്മൾ 8ഓളം ബാച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് BSc നഴ്സിംഗും BPharm 100% ഇവരെല്ലാം പ്ലേസ്ഡ് ആണ്. പക്ഷേ ചെയർമാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇറങ്ങുന്ന കുട്ടികൾക്ക് എപ്പോഴും വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ആസ്റ്ററിൽ ഒരു പ്രത്യേക പരിഗണന നൽകാറുണ്ട്. ഇന്ത്യയിലെ ലോകത്തെ എല്ലായിടത്തുള്ള ആസ്റ്ററിൽ ഒരു പ്രത്യേക പരിഗണന നൽകാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഡിമാൻഡുള്ള കോഴ്സുകളാണ്. MBBS ആണെങ്കിലും BSc നഴ്സിംഗ് ആണെങ്കിലും അറിയാലോ, BSc നഴ്സിങ്ങിനൊക്കെ വിദേശത്ത് വലിയ ഡിമാൻഡുള്ളതാണ്. പലപ്പോഴും ആദ്യത്തെ 1-2 വർഷം അവർക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. പക്ഷേ ഇവർക്കെല്ലാം പ്രത്യേക പരിഗണന ആസ്റ്റർ ഹോസ്പിറ്റലിൽ നൽകാറുണ്ട്. ഇപ്പോൾ ഈ സ്റ്റുഡൻസ് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 45 പേരോളം, കഴിഞ്ഞ തവണ 25 പേരോളം ഈ ലെഗസി സ്കോളർഷിപ്പ് വഴി വരുന്ന കുട്ടികളാണ്. അവർക്ക് എസ്പെഷ്യലി ഏതെങ്കിലും തരത്തിൽ എന്താണ് പറയുക, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ അത്തരം കാര്യങ്ങളിൽ കൊടുക്കുന്നുണ്ടോ? അവരുടെ ഹോസ്റ്റൽ അത്തരം കാര്യങ്ങളിലൂടെ അത് അവർ വഹിക്കേണ്ട ചിലവുകളല്ലേ? അതെ, ഹോസ്റ്റൽ ഫീസും. കാരണം ഇതിനകത്ത് ചില ആളുകൾ ഡേ സ്കോളർ ആയിരിക്കാം. ഇപ്പം വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്മിഷൻ എടുത്ത ആളുകളെല്ലാവരും ഒരു BSc നഴ്സിംഗും BPharmലും 50% ആളുകൾ ഡേ സ്കോളേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് വഹിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇൻ ഹൗസ് ഹോസ്റ്റൽ വേണമെങ്കിൽ, മെസ്സ് വേണമെങ്കിൽ അത് മാത്രം അവരുടെ പേയ്മെൻറ്റ് എടുക്കേണ്ടി വരുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് എക്സ്പേർട്ട് കമ്മിറ്റി, നേരത്തെ മാനദണ്ഡത്തെക്കുറിച്ച് പറയുമ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റിയാണ് ഇതിനകത്ത് ഫൈനലായിട്ട് ഈ ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് അതൊരു എക്സ്റ്റേണൽ കമ്മിറ്റി മെമ്പേഴ്സും കൂടി ഇതിനകത്ത് ഉണ്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട എക്സ്പേർട്ട് കമ്മിറ്റികൾ ഒന്ന് ഒരു ഡിപ്ലോമാറ്റായിട്ടുള്ള പഴയ IFS ഓഫീസറായിട്ടുള്ള വേണു രാജമണിയാണ്. അദ്ദേഹം റിട്ടയർഡാണ്. അദ്ദേഹമാണ് ഒരാൾ. രണ്ടാമത്തെ ആൾ നമ്മുടെ ഡോക്ടർ വർമ്മയാണ്. അദ്ദേഹം പീഡിയാട്രീഷ്യനായിരുന്നു ആസ്ട്രോമിംസ് കോഴിക്കോടിൽ. അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡാണ്. മറ്റത് നമ്മുടെ
ഡോക്ടർ മൂപ്പൻസ് അക്കാഡമിയുടെ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി മിസ്റ്റർ യു ബഷീർ, അതേപോലെ ആസ്റ്റർ DM ഹെൽത്ത് കെയറിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ TJ വിൽസൺ, അതേപോലെ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ആയിട്ടുള്ള ഡോക്ടർ സെബ മൂപ്പൻ, ഇവരൊക്കെയാണ് ഇതിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റി. ഒരു സ്ട്രെങ്ത് കമ്മിറ്റിയാണ് ഇത് നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസും നടക്കില്ല എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവില്ല എന്നുള്ള, അതാണ് അതിൻ്റെ സുതാര്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ മൂപ്പൻസ് ചെയർമാൻ ആസാദ് മൂപ്പൻ്റെ ഈ കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യമുണ്ട്. ദെൻ നമുക്ക് ഇനി ഈ ഒരു പ്രൊജക്റ്റ് തുടർന്നും പോകുമെന്ന് തന്നെയാണോ ഇപ്പം നമുക്ക് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇത് ഈ പ്രൊജക്റ്റ് തുടർന്ന് പോകും? ഞങ്ങളൊക്കെ വളരെ വലിയ കാഴ്ചപ്പാടും ഞങ്ങളെ തന്നെ വലിയ സ്വപ്നങ്ങളിൽ പ്രേരിപ്പിക്കുന്നത് ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ഇത്രത്തോളം റിമോട്ടായിട്ടുള്ള അരപ്പറ്റ എന്നുള്ള പ്രദേശത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്തി ഏറ്റവും ക്വാളിറ്റി ഹെൽത്ത് കെയർ സിസ്റ്റം സാധാരണക്കാർക്ക് നടപ്പിലാക്കി. ഇനി അദ്ദേഹത്തിൻ്റെ വലിയൊരു വിഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി ആകുമ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് ഉപസ്ഥാപനങ്ങൾ തുടങ്ങേണ്ടി വരും. ഇപ്പോൾ പ്രധാനമായിട്ടും 3 സ്ഥാപനങ്ങളാണുള്ളത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ മറ്റു പല സ്ഥാപനങ്ങളും തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്യാമ്പസ് ഇനിയും വലുതാക്കാൻ കഴിയും, കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കും. വയനാട്ടുകാർക്കാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇപ്പം മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ വിവിധ സെക്ഷനുകളിൽ നമുക്ക് ഒരുപാട് ആളുകൾ കാണാൻ പറ്റും. വയനാട്ടുകാരായിട്ടുള്ള ജോലി സാധ്യതകൾ ഒരുപാട് ഉയർന്നു. ഇവിടെയുള്ള ഈ പ്രദേശവാസികളായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നുമുണ്ട്. ചെയർമാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ടല്ല അദ്ദേഹം ഒരിക്കലും ഈ ഒരു സ്ഥാപനത്തെ കാണുന്നുള്ളതാണ്. അദ്ദേഹം ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം മുഴുവനും ഇതിൽ റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ സാമ്പത്തിക പ്രയാസമുള്ള ആൾക്കാരുടെ സ്കോളർഷിപ്പിൻ്റെ നമ്പറുകൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ നമ്പർ കൂട്ടുമെന്ന് അദ്ദേഹം എല്ലാ വേദിയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കോളർഷിപ്പ് പോലെ തന്നെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജുമായി നടക്കുന്നത്. ഇപ്പം വയനാട് അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കൊറോണ സമയത്ത്, ഫ്ലഡ് ഉണ്ടായ സമയത്ത്, നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് എല്ലാം ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന ഉണ്ടായിട്ടും ഇല്ലാതെയും ഒക്കെ നിരവധി കാര്യങ്ങൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് വയനാട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഞാൻ ഈ ഒരു ലെഗസി സ്കോളർഷിപ്പിനെ കൂടി കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വയനാടിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രൊജക്റ്റിന് എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. മുൻപോട്ടുള്ള യാത്രയിൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രൊജക്റ്റ് വളരെ വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നത് ഒരു 80%. ഞാൻ അതുകൂടി ചോദിക്കാൻ വിട്ടുപോയി, വയനാട്ടുകാർ അല്ലാതെ എത്ര പെർസെൻറ്റേജ് ഇപ്പോൾ ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്? BSc നഴ്സിംഗ് B.Pharm കഴിഞ്ഞ പ്രാവശ്യം 2025 ഗുണഭോക്താക്കളിൽ 90% പേരും വയനാട്ടുകാരാണ്. മാത്രമല്ല MBBSൽ ഞങ്ങൾ 5 പേരിൽ 3 പേരും വയനാട്ടുകാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം വന്ന അപ്ലിക്കേഷൻസും അധികവും ഒരു 80% ആളുകൾ വയനാട്ടുകാരാണ്. അപ്പോൾ ഇതാണ് വയനാടിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് തുടരും. നമ്മൾക്ക് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കൂടിയായിട്ടുള്ള ഡോക്ടർ ഷാനവാസ് പള്ളിയാലാണ് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് കൂടി പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയാം, 45 കുട്ടികൾക്കാണ് ഈ വർഷം 2026 MBBSന് 5 സീറ്റും, നഴ്സിംഗ് കോളേജിലേക്ക് 5 സീറ്റും, ഫാർമസി കോളേജിലേക്ക് നഴ്സിംഗ് കോളേജിലേക്ക് 20 സീറ്റ്, ഫാർമസി കോളേജിലേക്ക് 20 സീറ്റ്, MBBSന് 5 സീറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം വരുന്നത്. ഈ 45 കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കും. അതിൽ 40 കുട്ടികൾ നഴ്സിംഗ് കോളേജ്, ഫാർമസി കോളേജ്, അവർക്ക് മെറിറ്റ് അടിസ്ഥാനം മാത്രമല്ല അവരുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ എത്രത്തോളം ഉണ്ട് അതുകൂടി പരിഗണിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരവസരം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഒരു ലെഗസിയിലൂടെ ഒരുക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ ഒരുപാട് നന്ദി. നമുക്ക് അദ്ദേഹം ദന്തൽ ഡോക്ടറാണ്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ജോബിലേക്ക് കൂടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇത്തരം ഒരു വിഷയത്തിലേക്ക് മാറ്റിവെച്ചത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു ഡോക്ടറും മറ്റൊരു വിഷയവുമായിട്ട് കാണാം. അപ്പോൾ ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ഡോക്ടർ ഷാനവാസ് പള്ളിയാലിന് നന്ദി, നമസ്കാരം. താങ്ക് യു.